സമാധാന ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ ഇനി ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹോർമുസ് കടലെടുക്കാണ് അറബ് രാഷ്ട്രങ്ങളുടെ, പ്രത്യേകിച്ച് ഗൾഫ് GCC രാഷ്ട്രങ്ങളുടെ ഏറ്റവും തന്ത്രപ്രധാനമായ വഴി. ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ കടൽ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളാണ് ഈ GCC രാഷ്ട്രങ്ങൾ. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യഥേഷ്ടം ഈ കപ്പലുകളെല്ലാം സർവീസ് നടത്തിയിരുന്നു. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും എണ്ണ സപ്ലൈ ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാനോ അല്ലെങ്കിൽ ലോകത്ത് ഒരു ശക്തിയും തടസ്സപ്പെടുത്താതെ അത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ചർച്ചയിലും ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്ന കാര്യത്തിൽ ഇറാൻ ഒരിക്കലും അതിന് തയ്യാറല്ല. അതേസമയം അത് ഇറാന്റെ ആധിപത്യത്തിലുള്ള കടലിടുക്കായി ലോകം അംഗീകരിക്കണം. സൂയസ് കനാലിൽ എന്തൊരു വരുമാനമാണോ ഈജിപ്തിന് ലഭിക്കുന്നത് എങ്കിൽ അതുപോലെ ഓരോ കപ്പലുകൾക്കും ഈ സർവീസിന് വലിയ രൂപത്തിലുള്ള തുക ഇറാൻ ഈടാക്കും. അതാണ് അവരുടെ ടെറിറ്ററിയായി, അവരുടെ അധികാര മേഖലയായി ഈ ഹോർമുസ് കടലിടുക്കിനെ അംഗീകരിക്കണം എന്ന് അവർ പറഞ്ഞതിനർത്ഥം. അതിലൂടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ പറയപ്പെടുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്കാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, അവിടെ നിന്നും ഒരു കപ്പൽ എണ്ണ കടന്നു പോകുമ്പോൾ $2 മില്യൺ ടോളായി നൽകുമ്പോൾ ഈ രാഷ്ട്രങ്ങളിൽ നിന്ന്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും വരുന്ന എണ്ണക്ക് കൂടുതൽ വില നൽകേണ്ടി വരും. അതേസമയം ലോകത്ത് എണ്ണ ആവശ്യപ്പെടുന്ന രാഷ്ട്രങ്ങൾക്ക് നല്ല ഒരു ഇടമായി റഷ്യ മാറുകയാണ്. കാരണം റഷ്യക്കും അതുപോലെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങളും എല്ലാം ഒരേ വിലയിൽ ആണ് എണ്ണ സപ്ലൈ ചെയ്യുന്നതെങ്കിലും പേർഷ്യൻ കടലിലൂടെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു വരുന്ന കപ്പലുകൾക്ക് കൂടുതൽ ടോൾ നൽകേണ്ടി വരുമ്പോൾ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണക്ക് കൂടുതൽ വില നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മാർക്കറ്റായി റഷ്യയുടെ എണ്ണ മാർക്കറ്റ് മാറുകയാണ്. അത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ ആവശ്യക്കാരെ റഷ്യൻ എണ്ണയിലേക്ക് തിരിക്കും. മാത്രവുമല്ല, ഇപ്പോൾ കടല് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇനി കടൽ തുറക്കാനുള്ള ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് സുഗമമായി തുറക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം എന്നായിരിക്കും. അതേസമയത്ത് റഷ്യയും ചൈനയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഇത് റഷ്യയെയും ചൈനയെയും സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിൽ ഇടപെടാതെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് ഇറാൻ ഇതുവഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തകർന്നടിയുന്നത് അമേരിക്കൻ സാമ്പത്തിക സംവിധാനങ്ങളാണ്. എന്നാൽ ഈ കടല് തുറന്നു കൊടുക്കാൻ, ബലമായി തുറക്കാൻ അമേരിക്കക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ ഈ അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇത് തുറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാന് ഇനി ഒരിക്കലും അങ്ങനെ ഹോർമുസ് കടലിടുക്ക് അടക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ പ്രതിരോധിക്കണമെന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്കക്ക് അതിന് സാധിക്കാതെ വരുന്നു. ചർച്ചയിലൂടെയെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ എല്ലാം പരാജയപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയിൽ അമേരിക്കക്ക് അത് തുറക്കാൻ കഴിയില്ല എന്ന് GCC രാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നു. അവർ ഇനി അമേരിക്കക്ക് മുന്നിൽ വലിയൊരു ഡിമാൻഡ് വെക്കും. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് തുറന്നു തരിക, അതല്ല എങ്കിൽ ഞങ്ങൾ റഷ്യയെയും ചൈനയും ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. റഷ്യയും ചൈനയും ആശ്രയിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സൈനിക സംവിധാനങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിൽ നിന്ന്, ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കിയാൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഞങ്ങൾക്ക് തുറന്നു തരും. അതിന് റഷ്യയും ചൈനയും ഇറാനിൽ സമ്മർദ്ദം ചെലുത്തും. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാൻ ഞങ്ങൾക്ക് തുറന്നു തരാൻ റെഡിയാണ്. അതുകൊണ്ട് രണ്ടാമതൊരു ഓപ്ഷൻ അമേരിക്ക സ്വീകരിക്കണമെന്നതായിരിക്കും ഇനി അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് മുന്നിൽ വെക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഹോർമുസ് കടലിടുക്ക് ബലമായി തുറക്കുക, അതിന് അമേരിക്കക്ക് സാധിക്കുമോ? വേണ്ട എല്ലാ കൈകളും അമേരിക്ക ചെയ്തിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അല്ല എങ്കിൽ ഞങ്ങൾ ചൈനയെയും റഷ്യയും അമേരിക്കക്ക് പകരം മിഡിൽ ഈസ്റ്റിൽ അവരുടെ സഹായം ഞങ്ങൾ എത്തിക്കാൻ പോവുകയാണ്. അമേരിക്ക ഞങ്ങളുടെ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണ്. കാരണം ഞങ്ങളുടെ സെക്യൂരിറ്റി അമേരിക്കക്ക് സംവിധാനിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ പേർഷ്യൻ കടലിൽ അടഞ്ഞു കിടന്നാൽ ഞങ്ങളുടെ വാണിജ്യ രംഗങ്ങളെല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഒരുപക്ഷെ ഹോർമുസ് കടലിടുക്ക് തുറക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾ റഷ്യയും ചൈനയും ഉപയോഗപ്പെടുത്തി ഞങ്ങൾ അത് തുറക്കാൻ ഇറാനുമായി സഹകരിച്ച് അത് തുറക്കാൻ ഞങ്ങൾ തയ്യാറാകും. ഈ ഒരു നീക്കം അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. കാരണം അവർക്ക് പേർഷ്യൻ കടൽ ഒഴിവാക്കി മറ്റൊരു ഓപ്ഷൻ ഇല്ല. ലോകത്തെ 20% എണ്ണയും വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് GCC രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% അവരുടെ വാണിജ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് അവർക്കത് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. അമേരിക്ക രണ്ടാമതൊരു ഓപ്ഷൻ ചെയ്തു കൊടുക്കാതെ കഴിയില്ല. ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർ പൂർണ്ണമായും കെട്ടുകെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ബലമായി
ഹോർമുസ് തുറക്കേണ്ടി വരും. ഇവിടെയാണ് റഷ്യയുടെയും ചൈനയുടെയും പ്രധാനപ്പെട്ട കണ്ണുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഹോർമുസ് കടലിടുക്ക് അടച്ചു തന്നെ നിർത്താൻ, അമേരിക്കക്കെതിരെ പൊരുതാൻ എല്ലാവിധ സംവിധാനങ്ങളും സഹായങ്ങളും റഷ്യയും ചൈനയും ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള സൈനിക നീക്കം ഇനി ഒരിക്കലും എളുപ്പമാവുകയില്ല. കൂടുതൽ അമേരിക്കയുടെ മുന്നിൽ സങ്കീർണമാവുകയായിരിക്കും ചെയ്യുക. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? എവിടെയെങ്കിലും ജോലി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ചായ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസുകൾ ആവശ്യപ്പെടാൻ വേണ്ടി 50 or 60 വാക്കുകൾ കാണാതെ പഠിക്കുന്ന രീതിയാണത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ സഹിതം പഠിച്ച് പ്രസംഗിക്കാനും എഴുതാനും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വെക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ത്വയ്ബ അവതരിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക.